സത്യം പറയാലോ, കുറേ കാലമായി നല്ലൊരു ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ട് നല്ലൊരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ തന്നെ ചെയ്തിട്ട് കുറേ കാലമായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ നമുക്ക് ഡെഡ്പൂളിൻ്റെ മൂന്നാം സിനിമയായിട്ടുള്ള ഡെഡ്പൂൾ ആൻഡ് ലോഗൻ സിനിമയുടെ നമുക്കൊരു ഒഫീഷ്യൽ ടീസർ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പറയാം, നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ട്രെയിലറിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണത്. നമ്മൾ ഇതിനു മുമ്പ് നേരത്തെ ആ ഒരു ട്രെയിലർ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി അത് കാണാവുന്നതാണ്. അതിന് ശേഷം നിങ്ങൾക്ക് വന്നിട്ട് ഈ വീഡിയോ കാണാവുന്നത് തന്നെയാണ്. സോ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. സോ ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കാതെ നമുക്ക് തുടങ്ങിക്കളയാം. സോ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാം മാർവലിന്റെ ജീസസിനോട് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർവൽ ജീസസ് എത്തിയിരിക്കുക തന്നെയാണ്. ഇനി ജീസസ് വിചാരിക്കണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ഒരു സിനിമ മാർവലിന്റെ ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു പ്രൗഢി തിരിച്ചു കൊണ്ടുവരും തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് എന്താണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത് കൂടാതെ തന്നെ നമ്മുടെ റിയാക്ഷനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഡെഡ്പൂളിന്റെ ഈ ഒരു ട്രെയിലറിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫേക്ക് വിഗ് ഒക്കെ വെച്ചിട്ട് പുള്ളിക്കാരനൊരു മിഡിൽ ലൈഫ് ക്രൈസിസിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഡെഡ്പൂളിനെയാണ് നമുക്കിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വെനീസി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓവറോൾ ആ ഒരു വൈബും കാര്യങ്ങളെല്ലാം വെച്ച് തന്നെ. ആൻഡ് അവിടെ വെച്ചാണ് ടി വിയെ വന്ന് ഡോർ മുട്ടുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, somebody who knocks the door, it's going to be the Heisenberg. പക്ഷേ ഇതിനകത്ത് ഹൈസൻബർഗ് അല്ല, ഇതിനകത്ത് ടി വി ആണ് വന്നിട്ട് ഡെഡ്പൂളിൻ്റെ ആ ഒരു ഡോർ മുട്ടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെഡ്പൂളിൻ്റെ രണ്ടാമത്തെ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരൻ ഒത്തിരി രീതിയിൽ തന്നെ ടൈം ട്രാവലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. സോ ടി വിയുടെ രീതിയിലേക്ക് നമ്മൾ നോക്കി, ടി വി എന്ന് പറയുന്ന ആ ഒരു അതോറിറ്റി തന്നെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള നെക്സസ് ഇവൻറ്റിനെ തടഞ്ഞു നിർത്താൻ തന്നെയാണ് നമ്മുടെ ലോക്കി സീരീസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണത്. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചത് ഡെഡ്പൂൾ 3യും ഡെഡ്പൂൾ 2വും വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഇത്രയും നാൾ ഇവരെവിടെയായിരുന്നു? പിന്നെ ഒബ്വിയസ്ലി മാർവൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ, കഥയ്ക്കകത്ത് ക്വസ്റ്റ്യൻ ഇല്ല, കഥ കണ്ടാൽ മതി. അതായിരിക്കും മാർവലിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ വരാതിരുന്ന ടി വിയെ ഇപ്പോഴാണ് പെട്ടെന്ന് എവിടെ നിന്നോ പൊട്ടിമുളച്ചത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ എന്താണെങ്കിലും ടി വിയെ വന്നിട്ട് ആ ഒരു നെക്സസ് ഇവൻ്റ് അന്ന് സംഭവിച്ച തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ്, അതായത് ഈ പറഞ്ഞ നെക്സസ് ഇവൻറ്റ് തടുത്ത് നിർത്താനാണ് സത്യം പറഞ്ഞാൽ ഡെഡ്പൂളിനെ പിടിച്ചുകൊണ്ടും തിരിച്ച് ടി വിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. ആൻഡ് അവിടെ മുതൽ തന്നെ നമുക്ക് മറ്റൊരു വലിയൊരു കാര്യം നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു R-rated സിനിമയാണ്. അതായത് മാർവലിൻ്റെ ആദ്യത്തെ ഫുൾ ഫ്ലെജ് അഡൾട്ട് സിനിമയായിരിക്കും നമുക്ക് ഡെഡ്പൂളിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു 20th Century ഫോക്സിൻ്റെ മെർജറിന് ശേഷം നമുക്ക് ഇപ്പോഴാണ് നമുക്കൊരു സിനിമ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഈ സിനിമ കംപ്ലീറ്റ്ലി R-rated ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ സിനിമ ഈവൻ ടീസറിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഒത്തിരി രീതിയിലുള്ള അഡൾട്ട് ജോക്സും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാർവൽ കുറച്ചും കൂടി ഒരു മെച്യൂർഡ് ഓഡിയൻസിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. സോ പിന്നീട് ഇവർ ടി വിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഒരു മോണിറ്ററിനകത്ത് നമുക്ക് ആ ഒരു ടെമ്പററി ലൂം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ലോക്കിയുടെ സീസൺ 2വിനകത്ത് പുള്ളിക്കാരൻ ആ ഒരു ട്രീ പോലെ ആ ഒരു ടെമ്പററി ലൂം ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ആ ഒരു കസേരയിൽ രാജാവായിട്ട് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ത്രോണിലിരിക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ബ്രാഞ്ചിലുള്ളൊരു ടി വി ആകാനാണ് സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഏജൻസിയൊക്കെ ടോട്ടലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂംസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ടി വിയെ തന്നെയാണ്. കാരണം അത് നമ്മൾ ലോക്കിയുടെ സീസൺ 2വിനകത്തും പല ടി വിയിലേക്ക് ലോക്കി തന്നെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇത് മറ്റൊരു വെർഷൻ ആയിട്ടുള്ളൊരു ടി വി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ടെമ്പറൽ ലൂം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പിന്നീട് സ്ക്രീനിൽ കണ്ട് എന്താണെന്ന് വെച്ചാൽ പല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കിഡിലൻ സൂപ്പർ ഹീറോ, അതായത് കിഡിലൻ മാർവൽ സൂപ്പർ ഹീറോ ഫിലിംസിൻ്റെയൊക്കെ കുറേയധികം ഈസ്റ്റർ എഗ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവഞ്ചേഴ്സ്, ഏജ് ഓഫ് അൾട്രോൺ, തോർ റാഗ്നറോക്ക്, ഈവൻ ഡെഡ്പൂളിൻ്റെ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ്, പിന്നെ ക്യാപ്റ്റൻ അമേരിക്ക, ഫസ്റ്റ് അവഞ്ചർ, അതേപോലത്തെ കുറേ സിനിമകളുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ് നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുക, കാരണം ഇതാണ് ഈ സിനിമയുടെ കോർ കൺസെപ്റ്റിൽ നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ തിയറി ആയിരിക്കാം, പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ കറൻറ്റ്ലി നമുക്ക് ആ കണ്ട സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ ഒരു ഈസ്റ്റർ എഗ് ആയിട്ട് നമുക്ക് കൂട്ടാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് എന്താണെങ്കിലും ഡിസ്കസ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ അതിനുശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ലുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിരിക്കും മോസ്റ്റ്ലി ഈ ഒരു സിനിമയിലെ വില്ലൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് മറ്റാരുമല്ല ചാൾസ് എക്സേവിയറിൻ്റെ അനിയത്തി അല്ലെങ്കിൽ സിസ്റ്റർ ആകാനാണ് സാധ്യത വളരെ കൂടുതലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് പുള്ളിക്കാരി ആസ് പെർ കോമിക്സിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാൾസ് എക്സേവിയറിനെക്കാളും 10 ടൈംസ് പവർഫുൾ ആണ്. സോ നമുക്കറിയാവുന്ന തന്നെയാണ് ലോകത്തിനകത്ത് പുള്ളിക്കാരിന് ആ ഒരു ഹെഡ് ഏക്ക് വന്നപ്പോൾ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ്. സോ മേ ബി ഈ പുള്ളിക്കാരി തന്നെയായിരിക്കും ഈ ഒരു സിനിമയിലെ മെയിൻ വില്ലൻ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. സോ നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രൊഫസർ എക്സിൻ്റെ ഫീമെയിൽ വെർഷൻ ആയിരിക്കാം ഈ ഒരു സിനിമയ്ക്കകത്തുള്ള വില്ലൻ ആകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ. ഇതിന് ശേഷം നമ്മൾ മറ്റൊരു സീനിലേക്ക് നോക്കിയാൽ ഡെഡ്പൂള് ഒരു സ്ഥലത്ത് വീണ് കിടക്കുന്ന നമുക്ക് കാണാം. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ടീറെക്സിൻ്റെ പല്ലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ജുറാസിക് പാർക്കിലാണോ ഡെഡ്പൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം മാർവലിനകത്ത് തന്നെ സാവേജ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമിക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഹെവിലി അവർ ഫീച്ചർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഡ്പൂള് ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയതാകാനാണ് സാധ്യത വളരെ കൂടുതലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ വെച്ച് തന്നെ ഈ പറഞ്ഞിട്ടുള്ള സാവേജ് ലാൻഡിൽ കാസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ ഹീറോയും കൂടിയുണ്ട്. സോ മേ ബി ചിലപ്പോൾ നമുക്ക് കാസാറിനെയും കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അതിനുശേഷം നമുക്ക് അടുത്ത സീനിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡെഡ്പൂൾ ഒരു കാസിനോട് അകത്തൂടി നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ വെച്ചാണ് നമുക്ക് ലോഗൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് ആ ഒരു ക്ലാസിക് വൈറ്റ് സ്യൂട്ട് ഇട്ടേക്കുന്ന ലോഗൻ്റെ പുറകിൽ നിന്നുള്ളൊരു ലുക്കാണ് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എക്സ്മാൻഡ് കോമിക്സ് വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കോമിക്സിനകത്ത് പുള്ളിക്കാൻ ഈ ഒരു വൈറ്റ് സ്യൂട്ടും പിന്നെ ഒരു ഐ പാച്ചൊക്കെ ഇട്ട് വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആൻഡ് ആ ടൈമിൽ പുള്ളിക്കാൻ്റെ ഹീലിംഗ് ഫാക്ടറി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. സോ വീണ്ടും കുറേയധികം ഈസ്റ്റർ എഗ്ഗാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് സ്യൂട്ടും കൊണ്ട് അവർ നമ്മളെ കാണിച്ചു വെച്ച് തന്നേക്കണം. ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഡെഡ്പൂളിൻ്റെ ഒരു സ്യൂട്ടപ്പ് സീനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഈ സിനിമ ഒത്തിരിയധികം സിനിമയെ അവർ എന്താ പറയണ്ടത് ജോക്കാക്കി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് തോന്നിയ ജോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ ആൻഡ് റോബിൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ബാറ്റ്മാൻ്റെ ആ ഒരു സ്യൂട്ടപ്പ് സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏകദേശം അതേപോലത്തെ ഒരു കോമഡി ടൈപ്പ് ഓഫ് ഡെഡ്പൂളിൻ്റെ സ്യൂട്ടപ്പ് സീനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയിക്കില്ല നമുക്ക് പിന്നീട് ഈ ഒരു സ്നോയ്ക്കകത്തുള്ളൊരു ഫൈറ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അവിടെ വെച്ചിട്ട് ഒരു TVA ഏജൻസ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഡെഡ്പൂൾ ഫൈറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് കുറേയധികം കിഡിലൻ R-rated ആ ഒരു ബ്ലഡ് ആൻഡ് ഗോറും കാര്യങ്ങളൊക്കെയുള്ള ആക്ഷൻ സീക്വൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഒബ്വിയസ്ലി R-rated സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ തന്നെ. സോ അത് നമുക്ക് എന്താണെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീൻ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിനകത്തുള്ള ആ ഒരു സീനാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആ ഒരു TVയിൽ വെച്ച് നമുക്ക് കുറേയധികം സിനിമയുടെ ഈസ്റ്റർ എഗ്ഗ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ചിലപ്പോൾ TVയുടെ കൂടെ ഡെഡ്പൂൾ ടീമപ്പ് ചേർന്നിട്ട് ഈ പറയുന്ന ടൈം ലൈനകത്ത് ചേഞ്ചസ് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് ഡെഡ്പൂൾ പോയിട്ട് ഓരോ ടൈം ലൈൻ വിസിറ്റ് ചെയ്യുന്നതായിരിക്കാം സിനിമയുടെ മെയിൻ സ്റ്റോറി എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫസ്റ്റ് ഏജ് ഓഫ് അൾട്രോൺ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്ക് വേറെ അധികം പല സിനിമയ്ക്കകത്ത് റീവിസിറ്റ് ചെയ്യുന്ന ഡെഡ്പൂളിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ ലോഗൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ TVക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഡെഡ്പൂൾ തന്നെ ഒരു നെക്സസ് ഇവൻ്റായി മാറിയിട്ടുണ്ടാകാം. സോ അതിനെ തടുത്തു നിർത്താൻ വേണ്ടിയിട്ട് TVയെ വിടുന്നൊരു എന്താ പറയണ്ട അടുത്ത ഈ ടൈം ലൈൻ സേവ് ചെയ്യാൻ വേണ്ടി വിടുന്നൊരു വ്യക്തി ആയിരിക്കാം വുൾവറിൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് തന്നെ. ആൻഡ് വുൾവറിനും ഡെഡ്പൂളും ഫൈനലി എന്താണെങ്കിലും ടീമപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫസർ എക്സിൻ്റെ അനിയത്തി ആയിരിക്കാം ഈ ഒരു എന്താ പറയണ്ട ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ വില്ലനാകാനാണ് സാധ്യത വളരെ കൂടുതൽ തന്നെ. ആൻഡ് നമുക്ക് അടുത്ത സീനിനകത്ത് നമുക്ക് എയോളിത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു TVA ഏജൻറ്റിനെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ തന്നെ. ആൻഡ് ആ ഒരു സീന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ക്യാപ്റ്റൻ അമേരിക്ക ഫസ്റ്റ് അവഞ്ചർ സിനിമയുടെ ആ ഒരു ടൈം ലൈൻ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ പറഞ്ഞ എൻറ്റിറ്റിയെ നമ്മൾ എന്തായാലും ലോക്കിക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ പറഞ്ഞ കുറേ കമിയോസ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ TVയുടെ കൂടെ ചേർന്നിട്ട് ഡെഡ്പൂൾ പല ടൈം ലൈൻ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏത് ടൈം ലൈനും ആകാം, എക്സ്മെൻ്റെ ടൈം ലൈൻ ആകാം, ലോഗൻ്റെ ടൈം ലൈൻ ആകാം, അവഞ്ചേഴ്സിൻ്റെ ടൈം ലൈൻ ആകാം. അങ്ങനെ ആയിരിക്കാം നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കമിയോസിനൊക്കെ ലഭിക്കുന്നതെന്നാണ് എനിക്കിപ്പോൾ പേഴ്സണലി തോന്നുന്നത്. പിന്നീട് നമുക്ക് അതുപോലെ തന്നെ 20th Century Foxൻ്റെ ആ ഒരു ലോഗോ പുറകെ ഇടിഞ്ഞു പൊതിഞ്ഞ് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും സത്യം പറഞ്ഞൊരു ഈസ്റ്റർ എഗ്ഗ് ആണ്. കാരണം ഡിസ്നി 20th Century Foxനെ അക്യൂർ ചെയ്തു എന്നുള്ളൊരു
ഇത് ആ ഒരു ഫണ്ണി ജോക്ക് എന്നുള്ള രീതിയിലാണ് അവർ സത്യം പറഞ്ഞാൽ ആ ഒരു ഈസ്റ്റർ എഗ് നമ്മളെ കാണിച്ചു തന്നേക്കണം. പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി ഈ ഒരു ക്യാരക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്മാനകത്തെ പൈറോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് അതിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. ആദ്യത്തെ എക്സ്മാൻ 1-ലും എക്സ്മാൻ 2-ലും ഉണ്ടായിരുന്ന ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് പൈറോയാണ് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ മേ ബി പൈറോ ഇപ്പോഴും വില്ലന്മാരുടെ എതിരായിട്ടായിരുന്നു വർക്ക് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം. സോ പൈറോയുടെ ക്യാരക്ടർ എവിടെ വരും എന്നുള്ളൊരു കാര്യം കാണാൻ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണ്. ചിലപ്പോൾ ഇവർ എക്സ്മാൻ ലാസ്റ്റ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ടൈം ലൈനിലും പോകാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയ മണി ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീൻ തന്നെ, അതായത് ഡെഡ്പൂളിനെ ആരോ ഒരു ഒറ്റ ഇടി കൊടുക്കുന്നു, ഡെഡ്പൂൾ പോയി അവിടെ കിടക്കുന്നു ആൻഡ് ഒരു ഷാഡോ ഇങ്ങനെ ഡെഡ്പൂളിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ സൈഡിൽ ഒരു കോമിക്സ് ബുക്ക് കിടക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സീക്രട്ട് വേഴ്സിൻ്റെ കോമിക്സ് ബുക്കാണ്. ആൻഡ് ആ സീക്രട്ട് വർക്സിൻ്റെ കോമിക്സ് ബുക്ക് ആണെങ്കിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അതിൻ്റെ കവർ പിക്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് യെസ് ഡോക്ടർ ഡൂമിനെയാണ്. അവർക്ക് ഒത്തിരിയധികം രീതിയിലുള്ള സീക്രട്ട് വേഴ്സിൻ്റെ കവർ പിക്സ് നമുക്ക് പല കോമിക്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു സ്പെസിഫിക് കോമിക്സ് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് കവർ പിക്ക് നമ്മളെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനി വരാൻ പോകുന്ന മൾട്ടിവേഴ്സ് സാഗയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹിൻ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. നമ്മുടെ പല വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാങ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇനി എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാങ്ങിനെ മിക്കവാറും ഡൂം റീപ്ലേസ് ചെയ്യുമെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഹിൻ്റാണ് ഇതെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഡൂം കൺഫേംഡ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. സോ സീക്രട്ട് വാസിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു വഴിയും കൂടി ഡെഡ്പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ജീസസ് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ പിന്നെ ഇനി എലിഫൻറ്റ് ഇൻ ദ റൂം മറ്റൊന്നുമല്ല, വൂൾവറിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ലുക്ക്. ഇപ്പോഴും നമ്മളെ ഫേസും കാര്യങ്ങളൊന്നും നമ്മളെ കാണിച്ചു തന്നിട്ടില്ല, പക്ഷെ എന്നാലും ആ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമിൻ്റെ പുറകിൽ നിന്നുള്ളൊരു വേർഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. എന്നെപ്പോലെ നിങ്ങളും ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഭയങ്കര രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന സീന്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയായിരുന്നോ ഹ്യൂ ജാക്മാനെ ഒരു വട്ടമെങ്കിലും അവർക്ക് കാണിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ? സോ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ള ന്യൂസ് അതുകൂടാതെ തന്നെ ഈ ഒരു ട്രെയിലറിൻ്റെ റിയാക്ഷൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.